എന്നാൽ ബൊക്കെ നൽകി സ്വീകരിക്കുന്നത് ലോക്കോ പൈലറ്റിനെയാണെന്ന് അറിഞ്ഞപ്പോൾ കാര്യമറിയാതെ ആദ്യം അവർ അമ്പരന്നു. പുതുക്കാട് റെയിൽവേ സ്റ്റേഷനിൽ ഐലൻഡ് എക്സ്പ്രസിന് സ്റ്റോപ്പ് ആരംഭിച്ചിട്ട് സെപ്റ്റംബർ 16 40 വർഷം തികയുന്നതിനോടനുബന്ധിച്ചായിരുന്നു സ്വീകരണം. പുതുക്കാട് ട്രെയിൻ പാസഞ്ചേഴ്സ് അസോസിയേഷൻ സെക്രട്ടറി അരുൺ ലോഹിതാക്ഷൻ ട്രെയിനിന്റെ ലോക്കോ പൈലറ്റിന് ഉപഹാരം നൽകി ആദരിച്ചു. സ്വീകരണ ചടങ്ങിൽ സ്റ്റേഷൻ മാസ്റ്റർ ബാബുലാൽ മീന, പാസഞ്ചേഴ്സ് അസോസിയേഷൻ പ്രസിഡന്റ് സെബൻ മാത്യു പല്ലൻ, സെക്രട്ടറി വിജിൽ വേണു, വിശാഖ് സതീഷ്, ജോസ് തുടങ്ങിയവർ സംസാരിച്ചു. 1960-ൽ കൊച്ചിൻ ഹാർബർ ടെർമിനൽ സ്റ്റേഷനിൽ നിന്നായിരുന്നു ബാംഗ്ലൂരിലേക്ക് ഈ ട്രെയിൻ സർവീസ് ആരംഭിച്ചത്. ഹാർബർ ടെർമിനൽ സ്റ്റേഷൻ വെല്ലിംഗ്ടൺ ഐലൻഡിൽ ആയിരുന്നതിനാലാണ് ഈ ട്രെയിനിന് ഐലൻഡ് എക്സ്പ്രസ് എന്ന പേര് ലഭിച്ചത്. നാഗർകോവിലിലേക്കും പിന്നീട് കന്യാകുമാരിയിലേക്കും ട്രെയിൻ സർവീസ് നീട്ടിയെങ്കിലും ഇന്നും പേര് ഐലൻഡ് എക്സ്പ്രസ് എന്ന് തന്നെയാണ്. കേരളത്തിൽ ഓടുന്ന ട്രെയിനുകളിൽ ഏറെ പഴക്കം ചെന്ന ട്രെയിനാണ് ഐലൻഡ് എക്സ്പ്രസ്. ചാലക്കുടി, പുതുക്കാട് എന്നിവിടങ്ങളിലെ MLA-യും പുതുക്കാട് സ്വദേശിയുമായിരുന്ന CG ജനാർദ്ദനന്റെ പരിശ്രമ ഫലമായിട്ടാണ് പുതുക്കാട് ഐലൻഡ് എക്സ്പ്രസിന് സ്റ്റോപ്പ് അനുവദിച്ചത്. പല ഘട്ടങ്ങളിലും ഐലൻഡ് എക്സ്പ്രസിന്റെ സ്റ്റോപ്പ് പുതുക്കാട് നിന്നും എടുത്തു മാറ്റാൻ റെയിൽവേ ശ്രമിച്ചിട്ടുണ്ടെങ്കിലും നാട്ടുകാരുടെ ശക്തമായ പ്രക്ഷോഭങ്ങളെ തുടർന്ന് സ്റ്റോപ്പ് പുനഃസ്ഥാപിക്കുകയായിരുന്നു.